ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു കുട്ടി സ്റ്റുഡിയോ ഹോൾ വീഡിയോ ആണ്. സ്റ്റുഡിയോ പർച്ചേസിംഗ് ഉണ്ട്, ഹോളും എല്ലാം കൂടെ ചേർന്നിട്ടാണ്. ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ജെഫ്രിയ എന്നാണ്. ഞാനൊരു ഡയറ്റീഷ്യനാണ്. ഞാൻ എൻ്റെ ഈ ചാനലിൻ്റെ അകത്തൂടെ ലൈഫ് സ്റ്റൈൽ, അതുകൂടാതെ ഹെൽത്തി ഫുഡ്സ്, പിന്നെ ഫാഷൻ, ഇങ്ങനത്തെ കണ്ടൻറ്റുകളാണ് കൂടുതലായിട്ടും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളൊരു കുട്ടി സ്റ്റുഡിയോ പർച്ചേസ് ഡേ ആണ്. അപ്പോൾ സ്റ്റുഡിയോ നമ്മൾ പോകുന്നത് എറണാകുളത്തുള്ള സ്റ്റുഡിയോയിലാണ്. എപ്പോഴും നമ്മൾ പോകുന്ന സ്റ്റുഡിയോയിലോട്ട്. വലിയ വെയിലാണ്, ഞാൻ വെയിലത്ത് നിന്ന് കരിഞ്ഞുകൊണ്ടാണ് ഈ ഇൻട്രോ പറയുന്നത്. അപ്പം ഇനി അധികം വൈകിപ്പിക്കുന്നില്ല, നമുക്ക് സ്റ്റുഡിയോയ്ക്ക് അകത്തോട്ട് പോകാം. കം ഓൺ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവശ്യമില്ലാതെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ആ പാർട്ട്. മര്യാദയ്ക്ക് നമ്മൾ ഫസ്റ്റ് ഇൻട്രോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്താ പറയുക, നമ്മൾ സ്റ്റുഡിയോ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഇൻട്രോ വീഡിയോ എടുക്കണമല്ലോ എന്ന് കരുതിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഇനി നമ്മൾ സ്റ്റുഡിയോയിലെത്തി. ഞങ്ങൾ ആക്ച്വലി ഊബറിനാണ് പോയത്. ഞാൻ എൻ്റെ കസിൻ സിസ്റ്റർ ഉണ്ട്. ഞാൻ ഇതിന് മുമ്പ് ഒരു സ്റ്റുഡിയോ പർച്ചേസ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നും എൻ്റെ കസിൻ സിസ്റ്റർ ആയിരുന്നു എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഫൈനലി സ്റ്റുഡിയോയ്ക്കകത്തോട്ട് കയറുവാണ്. ഇത് ആക്ച്വലി പ്രസ്റ്റീജ് ഗ്രൂപ്പിൻ്റെ പ്രസ്റ്റീജ് മോളിൻ്റെ അകത്താണ് സ്റ്റുഡിയോ വരുന്നത്. ഇതെല്ലാവർക്കും തന്നെ ഫെമിലിയർ ആയിരിക്കും, എറണാകുളം പാടിവട്ടം അവിടെ ഇരിക്കുന്ന. പിന്നെ ഇതിൻ്റെ തന്നെ റൈറ്റ് സൈഡിൽ H&Mൻ്റെ ഒരു ഷോറൂം ഉണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ. ബേസിക്കലി നമ്മൾ വന്ന് സമ്മർ കളക്ഷൻസ് കാണാനും ഇഷ്ടമാവുന്ന ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് കയറുമ്പോൾ തന്നെ ഒരു അടിപൊളി, എന്താ പറയുന്നത്, ഒരു സമ്മർ വൈബിലുള്ള ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു, ആ പിങ്ക് കളർ. അത് ഞങ്ങൾ സെലക്ട് ചെയ്തു കേട്ടോ. ഞാൻ എനിക്കും എൻ്റെ സിസ്റ്ററിനൂടെ വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് എടുക്കുന്നത്. പിന്നെ ഇതൊക്കെ നമ്മൾ എടുത്തതാണ്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾ കുറേ കളക്ഷൻ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒത്തിരി അങ്ങ് എടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ലൈക്ക് എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾ രണ്ടുപേരോട് കൂടി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ സെലക്ട് ചെയ്താൽ കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ട്രയൽ റൂമിൽ നിന്ന് വീഡിയോ എടുക്കുന്ന പാർട്ടാണ്. ഞാൻ ഷോർട്സ് ആയിട്ട് ഇതിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഫൈനലി ഫുൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇത് ആക്ച്വലി ഭയങ്കര നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതെന്തോ 699 അങ്ങനെ എന്തോ സംതിങ് ആയിരുന്നു. പക്ഷെ നല്ല അടിപൊളി, നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ സെക്കൻഡ് എടുത്തൊരു ടോപ്പാണ്. ഇത് ഭയങ്കര എന്താ പറയുന്ന സമ്മർ വൈബ് എന്ന് പറയാം. അന്ന് ഒരു വെസ്റ്റേൺ
വേറൊന്നും പറയാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഡ്രസ്സ് പോലെ വെയർ ചെയ്യാം. പിന്നെ ഞാനന്ന് ജീൻസ് ഒരു ടോപ്പ് ഇട്ടിരുന്നതുകൊണ്ട് ഞാൻ ആ ജീൻസിൻ്റെ ഒപ്പമാണ് അത് പെയർ ചെയ്ത് നോക്കിയത്. ഇതും നല്ല അടിപൊളിയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ടീഷർട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ പോയി. ഇത് ആക്ച്വലി ജെൻ സെക്ഷനിലാണ് നമ്മൾ നോക്കുന്നത്. അവിടെ 399 ഒക്കെ കുറേ ടീഷർട്ടുകൾ ഉണ്ടായിരുന്നു. നല്ല ഒത്തിരി നോർമലി ഉള്ള കളക്ഷനിൽ നിന്ന് കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളക്ഷൻസും അവിടെ അവൈലബിൾ ആയിരുന്നു. പിന്നെ അത് കൂടാതെ തന്നെ ഷോർട്ട്സ്, ഷർട്ടുകൾ, അങ്ങനെ കുറേ സാധനങ്ങൾ. ജെൻസിനും അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. അവിടെയും അത്യാവശ്യം ആ സെക്ഷനും അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു. പിന്നെ ഡെനിമിൻ്റെ ഒക്കെ ജാക്കറ്റ് ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി നമുക്ക് ലേഡീസിനും ജെൻസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ, നല്ല അടിപൊളി കേട്ടോ. ഇത് 199 ടീഷർട്ടുകളാണ്. പല കളർ ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിങ്ങനെ ഗേൾസിനൊക്കെ ഇങ്ങനെ ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ടീഷർട്ട്സ് ഒക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ജെൻസിൻ്റെ ട്രൈ ചെയ്യാവുന്നതാണ്. കാരണം ഞാൻ ആക്ച്വലി ഇതിന് മുമ്പ് കുറച്ച് ടീഷർട്ട്സ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ജോബിക്ക് എടുത്താണ്, പക്ഷെ ഞാനും അത് യൂസ് ചെയ്യാറുണ്ട്. നല്ല അടിപൊളിയാണ്. പിന്നെ ഇത് 399 ഞാൻ ആദ്യമേ കാണിച്ച ആ ടീഷർട്ട് സെക്ഷൻസ് ആണ്. ഇത് ശരിക്കും കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്, ട്രാൻസ്പെറൻറ്റ് കൈൻഡ് ഓഫ് തിങ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആക്ച്വലി ഒരു ഫുഡ് വെയറും എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു പ്ലെയിൻ ആയിട്ടുള്ള. ഇത് എൻ്റെ കസിൻ സിസ്റ്ററിന് വേണ്ടിയിട്ട് എടുത്ത ഫുഡ് വെയർ ആണ്. നല്ലൊരു ബേജ് കളറാണ്, നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു ലിപ് ബാം കൈൻഡ് ഓഫ് ലിപ്സ്റ്റിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഡ്രസ്സും ഇഷ്ടപ്പെട്ടു, നല്ല രസമായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സാണ്. പിന്നെ നമ്മൾ പരമാവധി ഇങ്ങനെ അവിടെയുള്ള സംഭവങ്ങളൊക്കെ കുറേ സാധനങ്ങൾ എടുത്ത് ട്രയൽ നോക്കി. പിന്നെ നമുക്ക് വേണ്ടുന്ന കുറച്ചേറെ സാധനം, കാരണം നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ട് കുറേ നാളായിരുന്നു. ഈ ക്രോപ്പ് ടോപ്പൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ, ശരിക്കും അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുന്നവർക്ക് നല്ലതാണ്. പിന്നെ എനിക്ക് ആ കിടന്ന വൈറ്റ് ഹീൽസ് ഇഷ്ടപ്പെട്ടു. എല്ലാം നല്ല സാധനങ്ങളായിരുന്നു. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, കുറച്ചേറെ കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസാണ്. അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ വൈറ്റ്, ബേജ്, ബ്ലാക്ക് ഇങ്ങനത്തെ ലൈക്ക് സോളിഡ് കളേഴ്സൊക്കെ ആയിരിക്കുമല്ലോ കൂടുതലും കാണുന്നത്. കൂടുതലും എനിക്ക് ഫീൽ ചെയ്തൊരു ഫ്ലോറൽ കൈൻഡ് തിങ്ങാണ്. ഞാൻ ആ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സിൻ്റെയൊക്കെ ആക്ച്വലി ഡ്രസ്സല്ല, ടോപ്പിൻ്റെയൊക്കെ സിമിലർ കൈൻഡ് ഓഫ് മെറ്റീരിയലിൽ വരുന്ന ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് മുമ്പ് ട്രയൽ കാണിച്ച ഡ്രസ്സാണ് കേട്ടോ അതെനിക്ക് എടുക്കണോ വേണ്ടെന്നോ എന്നുള്ള നല്ല രീതിയിലുള്ള കൺഫ്യൂഷനാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവിടെ വേറെ കുറേ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതെടുക്കണം, നമുക്കിങ്ങനെ കുറേ കൺഫ്യൂഷൻ വരുമല്ലോ, കുറേ ഐറ്റംസ് കാണുമ്പം. എനിക്കങ്ങനെ കൺഫ്യൂഷൻ വരാറുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ വരാറുണ്ടോ എന്നൊന്ന് പറയണേ. പിന്നെ ഇത് വൈറ്റാണ്, ഇത് ശരിക്കും ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നമാണ്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഓവർ വൈറ്റ് ആയിട്ട് കാണിക്കുന്നത്. നല്ല അടിപൊളി ഡ്രസ്സാണ്. ഈ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നവർക്ക് ഒരു പച്ചപ്പിലൊക്കെ പോയി നല്ല തേയിലത്തോട്ടത്തിനൊക്കെ നിന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് നല്ലതാണ് ഈ വൈറ്റ് ഡ്രസ്സ്. അപ്പോൾ നിങ്ങൾ ബാക്കി കളക്ഷൻസ് കൂടെ കാണുക.
ആൻഡ് ഫൈനലി നമ്മൾ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങുകയാണ്. നല്ല കരിവെയിലാണ് കേട്ടോ. അതുകൊണ്ട് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ല 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 കരിവെയിലാണ്. ടാൻ അടിച്ച് നമ്മൾ ചത്തു അമ്മാതിരി വെയിലാണ് ഇപ്പോൾ എറണാകുളത്ത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഫൈനലി നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പോസിറ്റുള്ള മോളിലോട്ട് പോവുകയാണ്. നമ്മളെപ്പോഴും സ്റ്റുഡിയോയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്രോ മോളിലും പോവും. കാരണം അവിടെയും കുറേ നമുക്ക് എന്താ പറയുന്നത് ഡ്രസ്സ് അത് ഷോപ്പിംഗ് അതിനൊക്കെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്ഥിരം പതിവാണ് ഓപ്പോസിറ്റുള്ളത്. കാരണം തൊട്ടടുത്താണല്ലോ. നമ്മൾ അതിനടുത്തൊരു കല്ലറക്കലുണ്ട്. അവിടെയും കയറി കുറച്ച് എന്താ പറയുന്ന ആക്സസറീസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനലി മുകളിൽ പോയിട്ട് നല്ല ചൂടായതുകൊണ്ട് നമ്മളൊരു എന്താ പറയുന്ന തണുത്ത ഫലൂടയും പിന്നെ ഒരു മിൻറ്റ് ലൈമും കുടിച്ചു. പിന്നെ ഇത് ഞാൻ അവിടെ നിന്ന് എടുത്ത ക്ലിപ്പാണ് കേട്ടോ. ആക്ച്വലി ഈ ക്ലിപ്പ് എനിക്ക് അന്നേരം കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ആഡ് ചെയ്യുകയാണ്. ഞാൻ സ്റ്റുഡിയോ ഹോൾ ഡ്രസ് ഹോൾ വേറെ സെപ്പറേറ്റ് ചെയ്യാം. കാരണം ഇതൊരു കുറച്ച് ലെങ്തി വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ആക്കുന്നില്ല. ഞാൻ എപ്പം സ്റ്റുഡിയോയിൽ പോയാലും ക്ലിപ്സ് എടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എന്താ പറയുന്നത് ഈ ക്രാബ് കൈൻഡ് ഓഫ് തിങ്. ഇതൊരു വെറൈറ്റി ഫ്ലവർ ഷേപ്പ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഇതാട്ടോ ഒരു കോഫി ടേസ്റ്റിൽ വരുന്ന ഫ്ലേവറിൽ വരുന്ന ഒരു ലിപ് ബാമാണ്. നല്ല ലിപ് ബാമാണ്. എൻ്റെ അടുത്ത് ലിപ് ബാം ഇല്ലായിരുന്നു. കാരണം കുറേ ലിപ്സ്റ്റിക്സിൻ്റെ ഷെയ്ഡ്സിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ലിപ് ബാം കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റുഡിയോയിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഐറ്റംസ്. ഞാൻ ഡ്രസ്സിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുകൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകണ്ട. അപ്പോൾ ടാറ്റാ ബൈ ബൈ, ലവ് യു.